all of you students. Welcome to all of you students. My name is Shefina. My subject is Public Health and Epidemiology. First class ആണ് നമ്മുടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് എപ്പിഡമോളജി എന്നെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. എപ്പിഡമോളജി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഹ്യൂമൻ ഹെൽത്തിനെ, നമ്മുടെ മനുഷ്യന്റെ ഹെൽത്തിന്റെ വീക്ക്നെസിന്റെ ഇതിനനുസരിച്ചിട്ടുള്ള സ്റ്റഡീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കുന്ന അതിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് എപ്പിഡമോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേർഡ് എപ്പിഡമോളജി കംസ് ഫ്രം ദ 3 ഗ്രീക്ക് വേർഡ് പറയുന്നുണ്ട്. എപ്പി മീൻസ് അപ്പോൺ, ഡെമോസ് വിച്ച് മീൻസ് പീപ്പിൾ, ആൻഡ് ലോഗോസ് വിച്ച് മീൻസ് സ്റ്റഡി. അപ്പൊ അത് മൊത്തത്തിൽ എന്താ പറയുന്നത്, സ്റ്റഡി അപ്പോൺ പീപ്പിൾ എന്ന് പറയുന്നു. The subfield of medicine investigate everything having to do with the human illness and health. മനുഷ്യന്റെ ഇൽനെസിന്റെയും ആരോഗ്യത്തിനെയും കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എപ്പിഡമോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഹിസ്റ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ പറയുന്നത്, ഇതിന്റെ ഹെൽത്ത് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റ്സിൽ ഒക്കറൻസ് ചെയ്യുന്നത്, ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻസിലുള്ള കാര്യങ്ങളും അവിടെ എന്തെല്ലാം സ്റ്റഡി, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം, എന്തെല്ലാം പ്രിവെൻഷൻസ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. അതില് കുറെ ചാപ്റ്റർ പ്ലാൻസ് ചെയ്യുന്നതിന് മുമ്പ് കുറെ ഹിസ്റ്ററി പറയുന്നുണ്ട്. 400 BC epidemiology has a long history that dates back to 400 BC. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഹൈലൈറ്റഡ് ഇൻ പറയുന്നത് കുറെ നമ്മുടെ ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ഒത്തിരി BC നൂറ്റാണ്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് ശാസ്ത്രശാഖകൾ വന്നു തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഇന്നത്തെ ഇത്രയും ടെക്നോളജി ഡെവലപ്മെന്റ് ആയിട്ടില്ലാത്ത കാലഘട്ടത്തില്, അന്ന് അതുപോലെ ഈ പകർച്ചവ്യാധികളും രോഗങ്ങളും ഉള്ള കാലഘട്ടത്തില് 400 BC ഒരു ഗ്രീക്ക് മൈൽസ്റ്റോൺ പറയുന്നത് ഗ്രീക്ക് ഫിസിഷ്യൻ ഹിപ്പോക്രാറ്റസ്, ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആണ് ഹിപ്പോക്രാറ്റസ്. അയാള് ഡിസ്കസ്ഡ് ഹൗ ദ എൻവയോൺമെന്റ്, നമ്മുടെ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മുടെ എൻവയോൺമെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഹെൽത്തിനെ കുറിച്ച് എഫക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഔട്ട്ലൈൻ ഉണ്ടാക്കി തന്നു. അപ്പൊ അബൌട്ട് എൻഡമിക് ആൻഡ് എപ്പിഡമിക്, എൻഡമിക് ഡിസീസസ്, എപ്പിഡമിക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, മീനിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. അടുത്തത് ഒരേ ഇയറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് എല്ലാ ഇയറും ബാക്കൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കത്തില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളത് എന്നാ വന്നേന്നും എന്തൊക്കെ ഡിസീസിന് ഇപ്പൊ എയ്ഡ്സ് ഒക്കെ വന്നത് എന്നാന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കോളത്തിൽ നിന്ന് പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ 1334 പെട്രാക്ക് ഒരു ക്ലിനിക്കൽ ട്രയൽ കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതേപോലെ 1543 ഇറ്റാലിയൻ ഡോക്ടർ നെയ്മഡ് ഗിറോലാമോ ഫോർകാസ്ട്രോ, അയാൾ എന്ത് ചെയ്ത് നമ്മുടെ ജീവിക്കുന്ന സിക്നെസ് ബ്രോട്ട് ടു ഓൺ ബൈ ലിവിങ്, നമ്മൾ ജീവിക്കുന്ന ഇതിന് വേണ്ടി നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അതിനെക്കുറിച്ച്, അത് ഉണ്ടാക്കാതിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ളതിനെ കുറിച്ച്. അതേപോലെ 1546 ഗിറോലാമോ ഒരു ബുക്ക് ഇറക്കി, ദി Contagious of Morbis, introduced a germ hypothesis of diseases. ജെംസ് എന്ന് വെച്ചാൽ ഈ കീടങ്ങൾ വഴി ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എന്തായിരുന്നു ഒരു സ്റ്റഡീസ് നടത്തി അതിനൊരു ബുക്ക് ഇറക്കി അതിനെ കുറിച്ച്. ഇപ്പൊ പണ്ടൊക്കെ ഈ ചെറിയ ചെറിയ പോയട്രേറ്റേഴ്സും ഫിലോസഫേഴ്സ് ഒക്കെ കൊണ്ടുവന്ന ആശയങ്ങളിൽ നിന്നാണ് നമ്മള് ഈ ഇന്നത്തെ ശാസ്ത്രശാഖ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അന്നത്തെ കാലഘട്ടത്തിൽ അവരൊക്കെയാണ് നമുക്ക് എന്താണ് ഈ രോഗങ്ങളെ കുറിച്ചുള്ള മോട്ടിവേഷനുകളും ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അത് 1646 ഫ്രഞ്ച് സയന്റിസ്റ്റ് വന്നു, പ്രപ്പോസ്ഡ് റിഡക്ഷനിസം, എങ്ങനെയെല്ലാം ഇത് ഡിസ്ക്രീറ്റ് റിഡക്ഷൻ ചെയ്യാം, ഫോക്കസ് ഓൺ ആസ്പെക്ട് ഓഫ് ടൈം ആൻഡ് യൂസിങ് എവിഡൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇമാജിനേഷൻ. നമുക്ക് ഇതിനെ അതൊരു ഇമാജിനറി കൊണ്ടുവന്നിട്ട് ഇതിനെ എന്തെല്ലാം ഫോക്കസ് ചെയ്ത് ഈ രോഗം എങ്ങനെ ടൈം ആൻഡ് യൂസിങ്, അത് കുറെ സമയം ഉപയോഗിച്ച് അതിനൊരു എവിഡൻസ് ഉണ്ടാക്കിയെടുത്തു. അടുത്തത് 1662 നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അപ്പോൺ ദ ബിൽ ഓഫ് മോർട്ടാലിറ്റി എന്ന ഒരു ബുക്ക് ഇറക്കി. ആരാണ്? ജോഹൻ ഗ്രൗണ്ട് ഡിസ്കസ്ഡ് സ്പെസിഫിക് ഡെത്ത് ആൻഡ് ദെയർ കോസസ് ഓഫ് ലണ്ടൻ.
ലണ്ടനിൽ ഒരു സ്പെസിഫിക്കലി ഒരു പ്രത്യേക പെട്ടെന്ന് മരണങ്ങൾ സംഭവിച്ചു. അത് കാരണം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രോഗം കൊണ്ടാണ്. അതിന്റെ കാരണങ്ങളെ കുറിച്ചും അതിന്റെ അതിന് എന്തെല്ലാം അപ്രോച്ച് വേണം, എന്തെല്ലാം സ്റ്റഡി പാറ്റേൺ വേണം, അവിടുത്തെ ബർത്ത് ഡെത്ത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഇതാണ് ബുക്ക് ഇറക്കി, നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ അപ്പോൺ ദ ബിൽസ് ഓഫ് മോർട്ടാലിറ്റി. അത് ഏത് വർഷമാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. 1662 അതേപോലെ 1668 ഇംഗ്ലീഷ്മാൻ തോമസ് സിഡൻഹാം ഇൻട്രൊഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് ജനറിക് ഡിസീസസ്. ജനറിക് ഡിസീസസിനെ കുറിച്ചുള്ള ഒരു ഐഡിയാസ് കൊണ്ടുവന്നു. അതേപോലെ 1675 ഞാൻ പറഞ്ഞു പോകാണ്, ഒത്തിരി പോയാൽ നമുക്ക് ഒരുപാടുണ്ട്. 1675 ഡച്ച് സയന്റിസ്റ്റ് നെയ്മഡ് ആന്റോണി വാൻ ലുവാൻഹുക്ക്. ആന്റോണി വാൻ ലുവാൻഹുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് എന്താണ്, പ്രൊവൈഡ് സപ്പോർട്ട് ടു ജെം തിയറി ഡിസീസസ് കൺസ്ട്രക്ടിങ് മൈക്രോസ്കോപ്പ്. അതായത് മൈക്രോസ്കോപ്പിലോട് കൂടിയുള്ള എന്താ പറയാ, മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കാണുന്ന കീടങ്ങൾ, അതായത് ബാക്ടീരിയകള്, വൈറസസുകളെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള പഠനം വന്നേ പിന്നെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള തിയറികള്. അതേപോലെ 1717 മോനെ ടി വി ഓഫ് ചെയ്തേ, ടി വി സൗണ്ട് ഓക്കെ. 18th സെഞ്ചുറിയില്, അതായത് 1700 നൂറ്റാണ്ട് ആ ഒരു സെഞ്ചുറീസ് വന്നപ്പോ, ഇൻ ഹിസ് ബുക്ക് ഡി മോർബിസ് ആർട്ടിഫിക്കം ഡയട്രിബ എന്ന ഒരു ബുക്ക് ഇറക്കി. ഇറ്റാലിയൻ ഡോക്ടർ ബെർണാർഡിനോ രാമസ്വീനി എന്ന് പറഞ്ഞ ആളാണ് ഡീറ്റെയിൽഡ് ഇൻസിഡൻസ് ഓഫ് സിമിലർ ഒക്യുറൻസ് എംപ്ലോയിസ് വർക്ക് സ്പേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതിലുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള സിമിലർ ഒക്യുറൻസ് ഉണ്ടാക്കി അതിന് വേണ്ടി ഒരു ബുക്ക് ഇറക്കി. മനസ്സിലായോ? അതേ വർഷങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം ഞാൻ പറഞ്ഞില്ല. ബെർണാർഡിനോ രാമസ്വീനി റിപ്പോർട്ട് ഹയർ റേറ്റ് ഓഫ് ബ്രീസ്റ്റ് ക്യാൻസർ ഇൻ മാരീഡ് വുമൺ. മാരീഡ് വുമണിൽ ബ്രീസ്റ്റ് ക്യാൻസർ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഹൈ റേറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ബുക്ക് ഇറക്കാനും അതിനെന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഒരു സിംറ്റംസ് കാരണങ്ങളൊക്കെ കൊടുക്കണമല്ലോ. ഇനി ഇല്ലാതിരിക്കാനും നോക്കുന്നത് പറഞ്ഞുകൊള്ളൊക്കെ വേണ്ടിയുള്ള ബുക്കുകളൊക്കെ ഇറക്കി. അതിൽ 1747 a Scottish doctor named James Lind established through first clinical experiment that consuming citrus fruit can treat starve disease. അതായത് ഈ ക്ലിനിക്കൽ എക്സ്പെരിമെന്റ് നടത്തുമല്ലോ, നമ്മൾ ഓരോ ക്ലിനിക്കൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തും ഓരോ ഡോക്ടേഴ്സ്. അതിപ്പോ കൺസ്യൂമിങ് സിട്രസ് ഫ്രൂട്ട് കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്ന മാറുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഡിസീസസ് അതിനെ കുറിച്ചുള്ള സ്റ്റഡി ചെയ്യലുണ്ടായി, എക്സ്പെരിമെന്റുകൾ നടത്തി. അടുത്തത് 1775 പെർസിബൽ പോട്ട് an English surgeon suggested exposure. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ 2019 വരെയുള്ള ഡിസീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഇനി പറയാം. അപ്പൊ ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. എനിക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യയിൽ സംഭവിച്ച 1950 വെച്ച് പറയുകയാണെങ്കിൽ 1950 ഡെങ്കു വാസ് ഫസ്റ്റ്. ഡെങ്കു ഫീവർ ഫസ്റ്റ് വന്നത് 1950 ഡെങ്കു വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻ ഫിലിപ്പീൻസ് ഇൻ തായ്ലൻഡിലാണ് വന്നത് കേട്ടോ. അതിന് 51 ഓസ്റ്റിൻ ബോർഡ്, റിച്ചാർഡ് ഡോൾ ആൻഡ് ഓസ്റ്റിൻ റോഡ് he started the British doctor cohort research in England. അതായത് ഒരു ഇംഗ്ലണ്ടിലെ ഒരു കൂട്ടം റിസർച്ചേഴ്സ് കൂടി, ഒരു ബ്രിട്ടീഷ് ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടം കൂടി അതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കാനും ഈ രോഗത്തെ കുറിച്ച് ഡിസ്കവർ ചെയ്യാനൊക്കെ നോക്കി. 1950 human cases of the Zika virus sickness were discovered in Uganda and Tanzania. ഫസ്റ്റ് ഹ്യൂമൻ കേസസ് സിക്ക വൈറസ് സിക്നസ് ഡിസ്കവർ ചെയ്തത് ഉഗാണ്ട ആൻഡ് താൻസാനിയയിലാണ്. അടുത്ത 1952 പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വർ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1952 1953 മോനെ സൗണ്ട് കുറച്ചേ. 1953 Harold Dawn ordered a study on US veterans that included a group of 220,000 miles. അതായത് US വെറ്ററൻസ്, യുഎസിലുള്ള ഒരു ഗ്രൂപ്പ്, വെറ്ററൻസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, ഈ മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടേഴ്സുമാർ, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. അവര് ഇത്രയും മെയിൽസിനെ സ്റ്റഡി ചെയ്യുകയുണ്ടായി. അതിൽ 1953 നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ.
അപ്പൊ ഇതൊക്കെ ചോദിക്കും. 1951 ഏത് വർഷം നമ്മുടെ ഇന്ത്യയിൽ 1950 പ്രൈമറി ഹെൽത്ത് സെന്റർ വന്നു. 1953 നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. അതേപോലെ 1954 ന്യൂയോർക്ക് ഈ കൂളർ ഹെമണ്ട് ആൻഡ് ഡാനിയൽ ഹോണർ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിഗേഷൻ ലിങ്ക് ബിറ്റ്വീൻ സ്മോക്കിംഗ് ലങ് ക്യാൻസറെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. 54 ഡിറ്റർമൈൻഡ് സാക്സ് ഡെഡ് വൈറസ് എഫക്റ്റീവ്ലി പ്രിവെന്റ്സ് പോളിമിയോളിറ്റിസ്, അതായത് സാക് വാക്സിൻ എക്സ്പെരിമെന്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 1955 നാഷണൽ ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്. ലെപ്രസി എന്ന് വെച്ചാൽ ഈ ക്ഷയരോഗമൊക്കെ പോലത്തെ രോഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച് ഇൻ ഇന്ത്യ 1955. 1957 ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഇൽനെസ് എപ്പിഡമോളജി, എങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ എപ്പിഡമോളജി പാൻഡമിക് ഡിസീസസ് ഒക്കെ ഇല്ലാതിരിക്കാനുള്ള ഒരു ഇൽനെസ്, അവരുടെ രോഗങ്ങളില്ലാതെ തുടച്ചു മാറ്റാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഉണ്ടാക്കി. അത് എങ്ങനെയുള്ള യൂസസ് ഓഫ് എപ്പിഡമോളജി യൂസസ് വാസ് റിട്ടൺ സ്കോട്ടിഷ് എപ്പിഡമിയോളജിസ്റ്റ് ജെറി മോറിസ്. അതേപോലെ 1957 7 countries സ്റ്റഡി വാസ് സ്റ്റാർട്ടഡ് ബൈ Angel Keys to investigate the link between food and coronary artery diseases. Coronary artery diseases ഇല്ലേ, വെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി സ്റ്റാർട്ട് ചെയ്തു. 1962 ഇന്ത്യ സ്റ്റാർട്ടഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാംസ് കൊണ്ടുവന്നു. 1962 അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്ലിനിക്കലി ബ്രൂഡ് ഡെങ്കു കേസ് വാസ് റിപ്പോർട്ടഡ് ഇൻ കൊൽക്കട്ട. 1963-64 കൊൽക്കട്ടയില് ഡെങ്കു കേസ് റിപ്പോർട്ട് ചെയ്തു അല്ലെ. അതിൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് 1962. 1964 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർജൻ ജനറൽസ് റിപ്പോർട്ട് ഓൺ സ്മോക്കിംഗ് ഓൺ ഹെൽത്ത് വാസ് സബ്മിറ്റഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർജൻസ് ജനറൽസ് റിപ്പോർട്ട് ഉണ്ടാക്കി, സ്മോക്കിംഗ് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം എന്നുള്ളത് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. 1965 Bradford Hill from England suggested 9 ideas to establish disease-causal relationship. എങ്ങനെയെല്ലാം ഈ ഡിസീസസ് ഉണ്ടാവാതിരിക്കാം, അതിന്റെ 9 ഐഡിയാസോട് കൂടി ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബുക്ക് ഇതൊക്കെ ഇറക്കി എസ്റ്റാബ്ലിഷ് ചെയ്തു. 1966 ലാസ്റ്റ് ഹ്യൂമൻ പ്ലേഗ് കേസ് വാസ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ. ലാസ്റ്റ് ഹ്യൂമൻ പ്ലേഗ് രോഗം റിപ്പോർട്ട് ചെയ്ത് 1966 ആയപ്പോ അത് കഴിഞ്ഞിട്ട് ഇറാഡിക്കേഷൻ ഓഫ് സ്മോൾ പോക്സ് അനൗൺസ് ഇൻ ഇന്ത്യ. 1975 സ്മോൾ പോക്സ് എന്ന് വെച്ചാൽ ഈ വസൂരി പോലത്തെ രോഗം, വസൂരിയാണ് ഈ സ്മോൾ പോക്സ് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത്. അതിനുശേഷം പിന്നെ 1976 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ ആൻഡ് സുഡാൻ ബോത്ത് റിപ്പോർട്ടഡ് കേസസ് ഇബോള വൈറസ് സിക്നസ്. ഇബോള വൈറസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് സുഡാൻ ആണ്, അത് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ദ കോങ്കോയില് സുഡാനിൽ എന്ന സ്ഥലത്ത് ബോത്ത് റിപ്പോർട്ടഡ് കേസസ് ഇൻ എബോള വൈറസ് സിക്നസ്. 1980 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർഡ് സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റഡ്. ഈ 1980 ആയപ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലാണ് ആദ്യം വന്നതെങ്കിലും പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, ഡിക്ലെയർഡ് ചെയ്തു സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റഡ്. 1981 the United States the first example of human immunological disorder has been documented. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആദ്യത്തെ എക്സാമ്പിൾ കൊണ്ടുവന്നു, ഹ്യൂമന്റെ ഇമ്മ്യൂണൽ പവർ പോകുന്ന രീതിയിലുള്ള ഡിസോർഡർ ആവുന്നുള്ള ഡോക്യുമെന്റേഷനെ കുറിച്ച് കൊണ്ടുവന്നു. 1983 ഫസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ ഇന്ത്യ. 1983 ആദ്യത്തെ നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊപ്പോസ് ചെയ്തു ഇന്ത്യ. 1984 in India effort to eradicate Guinea worms was started. Guinea worms എന്നുള്ളത് ഒരു രോഗത്തിന്റെ ഇതാണ്, അത് ഇല്ലാതാക്കാനായിട്ട് ഇന്ത്യ ഒരുപാട് എഫോർട്ട് എടുത്ത് അതിനുവേണ്ടി ശ്രമിച്ചു, സ്റ്റാർട്ട് ചെയ്തു. 1985 in India the universal immunization program was launched. 85 ഇന്ത്യ മൊത്തത്തിൽ എങ്ങനെയെല്ലാം ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാമെന്നതിനെ കുറിച്ച് യൂണിവേഴ്സലി മൊത്തത്തില് ലോകത്തിൽ മുഴുവനും യൂണിവേഴ്സൽ എങ്ങനെ ഇതെല്ലാം ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാം എന്ന്
നോക്കി. 1986 HIV case first reported in India. 1985 അതൊക്കെ ഇമ്പോർട്ടൻറ്റ്. 86 ഇമ്പോർട്ടൻ്റ് ആണ്. HIV case first reported in India 1986. 1992 United States Center for Disease Control and Prevention was founded. യുണൈറ്റഡ് സ്റ്റേറ്റിലെ സെന്റർ തുടങ്ങി ഈ ഡിസീസിനെ കുറിച്ച് എല്ലാം കൺട്രോൾ ചെയ്യാം, അത് തടയാവുന്നതിനെ കുറിച്ചുള്ള ഒരു ഫൗണ്ടഡ് സ്ഥാപനം തുടങ്ങി. 1992-1993 ഇന്ത്യ പെർഫോംഡ് ഇറ്റ്സ് ഫസ്റ്റ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. 1992-93 ഇന്ത്യ പെർഫോം ചെയ്ത ആദ്യത്തെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഒരു ദേശീയപരമായിട്ട് എല്ലാ ഫാമിലിയിലും ഒരു സർവേ നടത്തി തുടങ്ങിയത് ആ വർഷമാണ് കേട്ടോ. ഇതിനെ കുറിച്ച് ഇന്ത്യ പെർഫോംഡ്. 1993 ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് അപ്ഡേറ്റഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ട്യൂബർകുലോസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് പുകവലി മൂലമുള്ള രോഗങ്ങളെ കുറിച്ചാണ്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു സർവേ നടത്തി തുടങ്ങിയത്, കൺട്രോൾ പ്രോഗ്രാം തുടങ്ങിയത്, അപ്ഡേറ്റ് ചെയ്തു നാഷണൽ ട്യൂബർകുലോസിസ്. അതിപ്പോഴും ഉണ്ട്. 1997 ഇന്ത്യൻ നാഷണൽ പോളിയോ സർവേലൻസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ്. പോളിയോനെ കുറിച്ച് ഒരു സർവേലൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അടുത്ത 1999 in India the National Institute of Epidemiology was founded. ഈ പകർന്നു വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് ഇൽനെസിനെ കുറിച്ചുള്ള രോഗങ്ങളെ കുറിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മൾ ഫൗണ്ട് ചെയ്തു 1999 ഇന്ത്യയിൽ. അടുത്തത് നമ്മളെ മൈൽസ്റ്റോൺ നമ്മുടെ 21 ഇയേഴ്സ് സെന്റൻസ് വന്നപ്പോ 2002 first we started 2002 two people in South China have been reported to have severe acute respiratory syndrome. Respiratory syndrome വെച്ച് ശ്വാസമുട്ട് പോലത്തെ രോഗങ്ങള് സൗത്ത് ചൈനയില് 2 പീപ്പിൾസിനെ കണ്ടു. സിൻഡ്രം അങ്ങനെയാണ് തുടക്കം. 2002 സെക്കൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി. അഥവാ ഫസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏത് വർഷമായിരുന്നു നാഷണൽ ഹെൽത്ത് പോളിസി? 1983 ഫസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ ഇന്ത്യ. 2002 പിന്നെ വരുന്നത് സെക്കൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ ഇന്ത്യ. 2005 നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വാസ് ഇനീഷ്യേറ്റഡ് ഇൻ ഇന്ത്യ. റൂറൽ ഏരിയാസിലെ ദേശീയപരമായി റൂറൽ ഹെൽത്ത് മിഷൻസ്, നാഷണൽ ലെവലിലുള്ള ഹെൽത്ത് മിഷൻസ് റൂറൽ ഏരിയാസിൽ ഇനീഷ്യേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഇതെല്ലാം സ്പ്രെഡ് ആവണമെന്നാണുള്ള ഇതുകൊണ്ട് അവിടെ കൂടുതലും അതിനുവേണ്ടി ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കി. 2010 in India national program for the prevention and management of cancer, diabetes, CVD and stroke was launched. നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് മാനേജ്മെന്റ്, അതായത് കുറെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാക്കി. കാരണം ഈ രോഗങ്ങളെ കുറിച്ച് തുടച്ചു മാറ്റാനും ക്യാൻസർ ഡിസീസസ്, ഡയബറ്റീസ്, പ്രമേഹ രോഗങ്ങള്, CVD ആൻഡ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഈ അറ്റാക്ക്, സ്ട്രോക്ക് വന്ന് മരണ കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനുള്ള വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. 2017 തേർഡ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രസന്റഡ് ഇൻ ഇന്ത്യ. മൂന്നാമത്തെ, അപ്പൊ 1983 നാഷണൽ ഹെൽത്ത് പോളിസി ഫസ്റ്റ്, 2002 സെക്കൻഡ് നാഷണൽ ഹെൽത്ത് പോളിസി ആൻഡ് 2017 തേർഡ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് പ്രസന്റഡ് ഇൻ ഇന്ത്യ. 2017 ഫസ്റ്റ് ഔട്ട്ബ്രേക്ക് ഓഫ് സിക്ക വൈറസ് ഡിസീസ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ ഫ്രം ഗുജറാത്ത്. സെക്കൻഡ് ഔട്ട്ബ്രേക്ക് ഇൻ തമിഴ്നാടു. അപ്പൊ ആദ്യമായിട്ട് സിക്ക വൈറസ് ഇന്ത്യയിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലാണ് കേട്ടോ. ഇന്ത്യയില് ഗുജറാത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് സെക്കൻഡ് ഔട്ട്ബ്രേക്ക് ചെയ്ത് തമിഴ്നാടു ആണ്. 2018 ഡിസീസസ് വേർഷൻ 11 വാസ് റിലീസ്ഡ്. 2018 ഡിസീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇന്റർനാഷണൽ ലെവലിൽ ക്ലാസിഫിക്കേഷൻ നടന്നു. അത് വെർഷൻ 11 ആണെന്നാണ് പറയുന്നത്, റിലീസ് ചെയ്തു. ഓക്കെ. 2018 അടുത്ത രോഗം നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം കോൾഡ് ആയുഷ്മാൻ ഭാരത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. നമ്മുടെ ദേശീയപരമായിട്ട് ഹെൽത്തിന് വേണ്ടി, ഹെൽത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നോക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ എടുത്തിരിക്കുന്ന ഒരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ചിങ് ആണ്. നാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ എടുത്തേക്കുന്ന ആയുഷ്മാൻ ഭാരത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. 2019 SARS coronavirus 2 was founded in ഹുബൈ പ്രോവിൻസസ്, വുഹാൻ ഇൻ ചൈന. ആദ്യമായിട്ട് സാർസ് കൊറോണ വൈറസ് 2 റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഹുബൈ പ്രൊവിൻസിലാണ്. എവിടെയാണത്? വുഹാനിൻ ചൈന. മനസ്സിലായല്ലേ? അപ്പൊ അതാണ് ഇത്രയും കാര്യങ്ങള്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ HIV വരുന്നതും പോളിസീസ് വരുന്നതും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ട്യൂബർകുലോസിന്റെ പ്രോഗ്രാം തുടങ്ങിയത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് 1952 പ്രോഗ്രാം തുടങ്ങിയത്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേരും കേട്ടോ. ബാക്കി ഹിപ്പോക്രാറ്റസിന്റെ BC നൂറ്റാണ്ടിലുള്ള സ്റ്റാർട്ടിങ് ചിലപ്പോൾ ബുക്കുകളെ കുറിച്ചും ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ചോദിക്കാം. അടുത്തത് ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിസൈൻസ്.
ഇതിനെ കുറിച്ച് സ്റ്റഡി നടത്തണമല്ലോ. അത് എന്തെല്ലാം രീതിയിലുള്ള ഡിസൈൻസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമ്മൾ ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഡിസൈൻസ് പറയുന്നത്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ആണ്. ഇത് രണ്ട് ടു ബേസിക് കാറ്റഗറീസ് ഇൻ ടു വിച്ച് എപ്പിഡമോളജി സ്റ്റഡി ഡിസൈൻ ക്യാൻ ബി സ്പ്ലിറ്റ്. എപ്പിഡമോളജി സ്റ്റഡീനെ രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആയിട്ടും എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒബ്സർവേഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് ഫ്രീക്വൻസി, അതായത് ഒരു ഫ്രീക്വൻസി കുറച്ച് ഏരിയയിലുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് അവിടുത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചും അവിടുത്തെ ഫെറ്റാലിറ്റീസ് ബൈ ടൈം, അത് ചിലപ്പോ ഒരു ടൈം പീരീഡിലേക്കുള്ളതാണ് കാര്യങ്ങളെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇയർലി ആവാം, മന്ത് ആവാം, വീക്ക് ആവാം, ഡേ ആവാം, അവർ ആവാം, സീസണിലാവാം. അത് ലൊക്കേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ കൺട്രി, അർബൻ, റൂറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഹോസ്പിറ്റൽസിന്റെ ഉള്ളിൽ നിന്നാവാം, ഓൾഡ് ഏജ് ആവാം. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഏജ്, സെക്സ്, ഇൻകം, എഡ്യൂക്കേഷൻ, ഇതിനെ കുറിച്ച് എല്ലാം കൂടി ഒബ്സർവേഷണൽ സ്റ്റഡീസ്. ഇത് രണ്ട് രീതിയിലും നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡീസിന്റെ രണ്ട് കാറ്റഗറി പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഒന്ന്, അനലിറ്റിക്കൽ സ്റ്റഡീസ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് എന്താണ്? അതൊക്കെ കേസ് റിപ്പോർട്ടും കേസ് സീരീസും ആണ് ടു കാറ്റഗറീസ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസിൽ. കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് റിപ്പോർട്ട് ഡിസ്ക്രൈബ് ഇൻസിഡൻസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഇൻസിഡന്റ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന രോഗങ്ങൾ, സിംറ്റംസ്, അതിനെ കുറിച്ച്. അപ്പൊ പെട്ടെന്ന് ഒരാൾ മരിക്കുകയാണ് അല്ലെ, ചില സമയത്ത് പെട്ടെന്ന് ഒരു പനി വന്നു, പെട്ടെന്ന് മരിച്ചു. അപ്പൊ അതെന്ത് ചെയ്യും? അത് ടെസ്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യണേ? അയാൾക്ക് എന്ത് രോഗമാണ്? ഒന്നാമത്തെ കാര്യം ഇതൊക്കെ പകർച്ചവ്യാധികളാണ്, പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതാണ് ഈ പനി, നെയ്സൽ പ്രശ്നങ്ങളൊക്കെ, അതായത് ജലദോഷം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് പകരും. അതാണ് പാൻഡമിക് ഡിസീസസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗം കാരണം നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് ഡെത്ത് സംഭവിക്കാം, അവിടെ പല പല പ്രശ്നങ്ങളും വരും. അങ്ങനെ വരുമ്പോ ഇതിന് ഒക്കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കേസ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ കുറെ ആളുകളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഈ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ, അവരെ കൊണ്ട് നമ്മൾ ചെയ്യും ഒരു ക്ലിനീഷ്യൻസിനെ കൊണ്ടുപോയി അത് പ്രസന്റ് ചെയ്ത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ക്ലിനിക്കൽ ഡിസീസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക, അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇതിനൊരു പ്രിവെൻഷൻ എടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തത് പറയാനുള്ളത് കേസ് സീരീസ്. എന്ന് പറയുന്നത് ഒരു പുതിയൊരു എന്താ പറയാ, ഒരു ക്ലിനിക്കൽ എൻറ്റിറ്റി, ഒരു ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. അതൊരു ഒരു ഫെറ്റാലിറ്റീസ്, പുതിയ ഒരു കേസസ് ഒക്കെ വരുമ്പോൾ, അതായത് ഒരേ സ്വഭാവമുള്ള രോഗങ്ങളൊക്കെ വേണ്ടില്ലേ, ഒരു ന്യൂ ഫെറ്റാലിറ്റീസ് പോലത്തെ ഒരു കാറ്റഗറീസിലുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു ഡോക്ടർ ഉണ്ടാവും. അതിനുവേണ്ടി ഒരു ക്ലിനീഷ്യൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ആ കേസസ് ഒരു പർട്ടിക്കുലർ ഏരിയാസിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് അവരിൽ നിന്ന് എന്തൊക്കെ രോഗങ്ങളാണ് അവിടെ വരുന്നത്, അവരെ എങ്ങനെയെല്ലാം ഡെത്ത് സംഭവിച്ചു, അവരെ എക്സാമിൻ ചെയ്യുക. അങ്ങനെയുള്ള ഇതാണ് കേസ് സീരീസിൽ വരുന്നത്. അപ്പൊ നമ്മൾ കേസ് സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ കപ്പോസി സർക്കോമ ആൻഡ് നിമോസിസ് കാരിനി ഫിനോമിന എന്നാണ് ഈ നമ്മുടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തേം എന്ന് പറയുന്നത് എന്താ പറയുക? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതായത് എയ്ഡ്സിന്റെ ഒരു ഇതാണ്. അപ്പൊ ആ സമയത്ത് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തല്ലോ ഇന്ത്യയിൽ, ആ സമയത്ത് നമ്മളൊരു കേസ് സീരീസ് ഉണ്ടാക്കിയിരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ എന്താ പറയാ, അനുമാനമായിട്ട് ഇതിന് എന്തൊക്കെ മെത്തേഡ് സ്വീകരിക്കാം എന്നുള്ള ഒരു കേസ് സീരീസ് ഉണ്ടാക്കി. അത് വെച്ചിട്ട് വലിയൊരു ഡിസീസസ് ആണ്, അതിനെ കുറിച്ചൊരു കേസ് സീരീസ് ഒക്കെ ഉണ്ടാക്കാം. അതാണ് രണ്ടെണ്ണമാണ് ഒബ്സർവേഷണലിൽ പറയുന്നത്, സ്റ്റഡീസിൽ പറയുന്നത്. പിന്നെ അനലിറ്റിക്കൽ സ്റ്റഡീസിൽ പറയുന്ന 4 ടൈപ്സ് ഓഫ് കാര്യങ്ങളാണ്. ഒന്ന് എക്കോളജിക്കൽ സ്റ്റഡീസ്, 2 കേസ് കൺട്രോൾ സ്റ്റഡീസ്, 3 ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, 4 കൊഹോർട്ട് സ്റ്റഡീസ്. ഈ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ അനലിറ്റിക്കൽ സ്റ്റഡീസിൽ തന്നെ നമ്മൾ 2 സ്റ്റഡീസ് പറയുന്നുണ്ട് കേട്ടോ. അനലിറ്റിക്കൽ സ്റ്റഡീസിൽ ഒന്ന് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡീസ് ആണ് പറയുന്നത്, 2 കാറ്റഗറീസ്. അതിൽ ഡിസ്ക്രിപ്റ്റീവില് കേസ് റിപ്പോർട്ടും കേസ് സീരീസും പറയുന്നു. രണ്ടാമത്തത് അനലിറ്റിക്കൽ സ്റ്റഡീസിൽ ഇക്കോളജിക്കൽ സ്റ്റഡീസ്, കേസ് കൺട്രോൾ സ്റ്റഡീസ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, കൊഹോർട്ട് സ്റ്റഡീസ്. ഇത്രയാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ പറയുമ്പോൾ എക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ കൈൻഡ്സ് ഓഫ് സ്റ്റഡീസ് എക്സാമിൻ ദാറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി, ഇൽനെസ്, ഔട്ട്കം ഓഫ് എമൗണ്ട് ഓഫ് എക്സ്പോഷർ. കുറെ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടിയിരിക്കുന്ന ഏരിയകളിൽ
എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയസ്, അതായത് അവര് നല്ല സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും, എക്കോളജിക്കലി ഭയങ്കര ഇതായിട്ടുള്ള ഏരിയാസിൽ, പോപ്പുലേഷൻസ് കൂടുതലുള്ള ഏരിയാസിൽ അവര് എന്ത് ചെയ്യും, അവരുടെ ബർത്ത് പ്ലേസ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ, എന്താ പറയുക, ഹോസ്പിറ്റലിലൊന്നും ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. അപ്പൊ ബർത്ത് പ്ലേസ് അല്ലെങ്കിൽ അവരുടെ സ്കൂൾ, അവരുടെ ഫാക്ടറി, അവിടെ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയുള്ള സ്റ്റഡീസ് ആണ് എക്കോളജിക്കൽ സ്റ്റഡീസ്. അവിടെ കുട്ടികൾ ഇപ്പൊ ഡെത്ത് ആവൂല, ഇപ്പൊ ഒരു വീട്ടിലെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ അല്ലെങ്കിൽ, ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ടി വിയിൽ ഇതൊക്കെ ഒരു വാർത്ത ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, അപ്പൊ അത് വെച്ചാൽ അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിൽ ചില സമയത്ത് ഡെത്ത് ഒക്കെ സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ അവരുടെ ഡേറ്റാസിനെ കുറിച്ചും അവരുടെ ബർത്ത് റേറ്റ്, പ്രൈവറ്റ് രജിസ്ട്രീസ്, ഡെത്ത് സർട്ടിഫിക്കേഷൻസ്, അതൊക്കെ നോക്കുന്നതിന് വേണ്ടി, സർവേ നടത്തുന്നതിന് വേണ്ടിയാണ് എക്കോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. കേസ് കൺട്രോൾ സ്റ്റഡീസ് ലുക്കിംഗ് ടു കോസസ് ഓഫ് ഡിസീസസ് അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റഡിങ് അൺകോമൺ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഡിസീസസ്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നിന്നിരിക്കുന്ന ഡിസീസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അത് എങ്ങനെ മനസ്സിലാകും. പല ഹോസ്പിറ്റലുകളിൽ ചെന്ന് അവിടെ കേസ് സീരീസ് ഉണ്ടാക്കി ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് നടത്തി കുറെ റീജിയണിലൊക്കെ പോയി അവിടെ അല്ലെ അവിടുത്തെ കേസസ് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്ത് പോകുന്നത്. അത് എന്താ പറയാ, അങ്ങനെ ഡിറ്റർമൈൻ ചെയ്ത് ആ രോഗത്തിന് വേണ്ടി ഒരു കൺട്രോൾ സ്റ്റഡി നടത്തുന്ന ഇതാണ് കേസ് കൺട്രോൾ സ്റ്റഡീസിൽ പറയുന്നത്. ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, സ്റ്റഡീസ് ആർ എക്സ്പോഷർ ടു റിസൾട്ട് ഡിസീസ് ബിറ്റ്വീൻ എക്സ്പോഷർ റിസ്ക് ഫാക്ടർ ആണ്. അത് ഇൻഡിവിജ്വലി മേക്കപ്പ് സ്റ്റഡി യൂണിറ്റ് ആണ്. ഇൻഡിവിജ്വലി ഓരോരുത്തരെ അല്ലെങ്കിൽ ചിലപ്പോൾ പർട്ടിക്കുലർ സ്റ്റഡി ഒരാൾക്ക് മാത്രമായിരിക്കും പർട്ടിക്കുലർ രോഗം വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ആ രോഗം വരുന്നത്, ഇനി ഇൽനെസ് കൊണ്ടാണോ, ഇൽനെസ് വരുന്നത് എന്തുകൊണ്ടാണ്, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്, വേറെ ആൾക്ക് ഇനി വരാമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ്, ഡീറ്റെയിൽ സ്റ്റഡീസ് നടക്കണതാണ് ഡിസീസിനെ കുറിച്ച് എക്സ്പോസ് ചെയ്ത് ഉള്ള ഇത്. സൈമൾട്ടേനിയസ്ലി there is no discernible temporal relationship between exposure research. മനസ്സിലായോ? Studies are examining chronic illness and fixed exposure like age, gender, ethnicity and genotype, or concurrently examining many risk factors. ഇതെല്ലാം ഒരു റിസ്ക് ഫാക്ടർ ആണിത്. അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട്, കുറവുള്ളത് കൊണ്ടാണ്, അവിടെ എന്താ ബർഡൻസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന് വ്യക്തിപരമായിട്ട് അസൈൻ ചെയ്യുന്ന സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ ഒരു ഇതിൽ പറഞ്ഞ പെർസെന്റേജ് ആസ് പെർ 1000 പാർട്ടിസിപ്പൻസ് ഇസ് യൂസ്ഡ് ടു റെപ്രസെന്റ് പ്രിവലൻസ്. അതായത് ഒരു ഇത്ര പെർസെന്റേജിനുള്ളിൽ ഒരു 1000 പേരെങ്കിലും നമ്മളത് ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. അടുത്ത കൊഹോർട്ട് സ്റ്റഡീസ്. കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടുള്ള സ്റ്റഡീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഒരു ഏരിയയിലെ ഒരു ഭാഗത്ത് ഏരിയാസിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡൻസ്, ഏകാംശ സ്റ്റഡീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അക്ഷാംശ, അപ്പൊ ഒരു ഭാഗത്ത് ഒരു ഏരിയ, അത് മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു ഏകാംശ വ്യാപ്തി ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അവിടെയുള്ള രോഗങ്ങളെ കുറിച്ച്. അപ്പൊ കൊഹോർട്ട് റിഫേഴ്സ് പോപ്പുലേഷൻ ഗ്രൂപ്പാണ്, അതായത് ജനസംഖ്യയുടെ അനുമാനത്തിലാണ് അത് ചെയ്യുന്നത്. ജനസംഖ്യ കൂടിയിരിക്കുന്ന ഒരു ഭാഗങ്ങളിൽ ഡിസീസസ് കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഏരിയ ഒക്കെ നോക്കിയിട്ട് അവിടുത്തെ ബർത്ത്, അവിടുത്തെ മാരേജ് കൊഹോർട്സ്, മാരേജ് ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഡിക്കേഡ് കൊഹോർട്സ്, കാരിയർ കൊഹോർട്സ്. കാരിയർ കൊഹോർട്സ് വെച്ചാൽ ഡോക്ടേഴ്സ്, അറ്റോർണീസ്, എഞ്ചിനീയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, അതൊക്കെ അവിടുത്തെ വിദ്യാഭ്യാസം, അവിടെ സ്റ്റഡി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡീസ്. പിന്നെന്താണ്, അവിടെ സിറ്റി ഓഫ് പോപ്പുലേഷൻസും, ഇന്നത്തെ പോപ്പുലേഷൻ സെൻസസിൽ നമ്മൾ ഡൽഹി പോലത്തുള്ള സ്റ്റേറ്റുകളൊക്കെ ഉണ്ടാവൂല്ലേ, അവിടെ എന്തായിരിക്കും, അവിടെ കുറെ എന്താ പറയാ, ഒരേ പ്രശ്നങ്ങളൊക്കെ, പല 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 രോഗങ്ങളും പല പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ പൊടിപടലങ്ങൾ കൂടുതലാണ്, അപ്പൊ ശ്വാസവുമായി ബന്ധപ്പെട്ട ഡിസീസസ് കൂടുതലാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്റ്റഡീസ്, അങ്ങനെയുള്ള ഒരു കൊഹോർട്ട് സ്റ്റഡീസ് ചില സ്ഥലങ്ങളിൽ വേണ്ടിവരും. പിന്നെ അത്രയാണ് നമ്മൾ 4 ഡിസീസസ് പറയുന്നത് കേട്ടോ. അനലിറ്റിക്കൽ സ്റ്റഡീസിൽ ഇക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്, കേസ് കൺട്രോൾ ഉണ്ട്, ക്രോസ് സെക്ഷണൽ ഉണ്ട്, കൊഹോർട്ട് സ്റ്റഡീസിന്റെ ഗ്രൂപ്പായിട്ട് നടത്തുന്ന സ്റ്റഡീസ് ഉണ്ട്. ഇനി എക്സ്പെരിമെന്റൽ സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പെരിമെന്റൽ കണ്ടീഷൻ അസസ് ദ എഫക്റ്റീവ്നെസ് ഇന്റർവെൻഷൻസ് ഓഫ് സർവീസസ്. അതായത്
അതൊരു ആ രോഗത്തെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്ത് അതിന് വേണ്ടി എങ്ങനെയെല്ലാം ഒരു എഫക്റ്റീവ്നെസ് ആയിട്ട് ഒരു ഇന്റർവെൻഷൻ ഒരു അസസ്നെസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അത് അതിന് ഇന്റർവെൻഷൻ എടുക്കാം, മനസ്സിലായില്ല? അതിനൊരു എന്ത് ഡിസൈൻസ് യൂസ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അതായത് ടെസ്റ്റ് എക്സ്പെരിമെന്റേഷൻ സ്റ്റഡീസ് ആർ യൂസ് ടെസ്റ്റ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഈ അനുബന്ധമായ കാര്യങ്ങള് ഇതിന് ടെസ്റ്റ് എന്താ പറയാ, ഈ രോഗത്തെ കുറിച്ച് ഇതിന് എക്സ്പെരിമെന്റേഷൻ സ്റ്റഡി ചെയ്തിട്ട് അതിന് അനുബന്ധമായ കാര്യങ്ങളെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഉണ്ടാക്കാം, മനസ്സിലായോ? അതിന് ഇത് റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ആൻഡ് നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ആണ് രണ്ട് കാര്യങ്ങൾ എക്സ്പെരിമെന്റേഷൻ സ്റ്റഡീസിൽ പറയുന്നത്. റാൻഡമൈസ്ഡ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയൽസ്, ഫീൽഡ് ട്രയൽസ്. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ ചെറിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ കുറച്ച് ആളുകൾ ട്രയൽ എടുത്തി, അതുപോലെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോയി ട്രയൽസ് എടുത്തി, അങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 3 types ഓഫ് റാൻഡമൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. ഒന്ന് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ സ്റ്റഡീസ്, അതായത് ട്രയൽ നടത്തുന്നത്. അതായത് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് ആർ യൂസ്ഡ് എക്സാമിൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് ന്യൂ ട്രീറ്റ്മെന്റ്. പുതിയ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത്. എക്സാമിൻ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് രോഗം മനസ്സിലാകും. ഡ്രഗ്സ് ആൻഡ് സിംഗിൾ ഇന്റർവെൻഷൻ ഇമ്പാക്ട് ഓൺ വെറൈറ്റി ഓഫ് ഔട്ട്കംസ്. അത് ഒത്തിരി വെറൈറ്റി ഓഫ് ഔട്ട്കംസ് നമുക്ക് കിട്ടും ഈ സ്റ്റഡിയും കൊണ്ട്. അതാണ് റാൻഡമൈസ്ഡ്. റാൻഡമൈസ്ഡ് എന്ന് മനസ്സിലായാലും റാൻഡം നമ്പർ ഓഫ് കുറച്ച് പേര് കൂടി ചേർന്നിട്ട് റാൻഡം ആയിട്ട് ഇരുന്നിട്ടുള്ള ടെക്നിക്കലി ഉപയോഗിച്ച് അവിടുത്തെ എക്സെപ്ഷനും അവിടുത്തെ റിസൾട്ട് എങ്ങനെ, അവിടെ ഔട്ട്കം എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. RCT കംപ്ലൈൻസ് വിത്ത് പ്രോട്ടോകോൾ റിക്വയർമെന്റ്സ് എസ്റ്റാബ്ലിഷ് അറ്റ് ദ ടൈം ഓഫ് എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ്. ഒരു എത്തിക്സ് കമ്മിറ്റി ക്ലിയറൻസ് രൂപീകരിച്ചു RCT. അത് ഇതിന് നോ നോളജ് അബൌട്ട് ഇൻവെൻഷനെ കുറിച്ച് ഉണ്ടായില്ല. RCT കണ്ടക്ട് ചെയ്തു. അങ്ങനെ RCT അങ്ങനെ ഒരു റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി അതിൽ നിന്ന് ഒരു എഫക്റ്റീവ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഫീൽഡ് ട്രയൽസ് ദിസ് ട്രയൽസ് ഇൻവോൾവ് ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. ഫീൽഡ് ട്രയൽസിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഹെൽത്തി ഇൻഡിവിജ്വൽസ്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പിനെ അവിടുത്തെ ഒരു ക്യാരിഡ് ഔട്ട് ജനറൽ പോപ്പുലേഷൻസ്, അവിടുത്തെ പോപ്പുലേഷൻസ് അനുസരിച്ചിട്ട് ആ ഫീൽഡില് ആളുകളെ തന്നെ സ്റ്റഡി ചെയ്ത അതാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇന്റർവെൻഷൻ ഓഫ് ദ വേരിയസ് ഔട്ട്കംസ് ക്യാൻ ബി ഇൻവെസ്റ്റിഗേറ്റ്. അതിൽ ഒരുപാട് ഔട്ട്കംസ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓൾസോ റാൻഡമൈസേഷൻ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, മൈറ്റ് ബി ഡിഫിക്കൽട്ട് ടു എക്സിക്യൂട്ട് ഫീൽഡ് ട്രയൽസ്. റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് അത് പറയുന്നത്. എന്തിന്? ഫീൽഡ് ട്രയൽസിന്. ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്ന് റാൻഡമൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ കേസ് സ്റ്റഡി ചെയ്യാം, മനസ്സിലായല്ലോ? അവിടെ ലോവർ ദ റിസ്ക് കോൺട്രാക്ടിങ് ഡിസീസ്, അതായത് അവിടെ റിസ്ക് കുറച്ചിട്ടുള്ള കാര്യങ്ങൾ, റിസ്ക് കുറച്ചിട്ട് നമുക്ക് അവിടുത്തെ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള, അവിടെ എങ്ങനെയെല്ലാം പ്രിവെൻഷൻ എടുക്കാന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റാൻഡമൈസ്ഡ് ടെക്നിക്കുകൾ കൊണ്ട് പറ്റും. ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ തന്നെ റാൻഡമൈസ്ഡ് സ്റ്റഡീസിന്റെ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ സ്റ്റഡീസ് ആൻഡ് ഫീൽഡ് ട്രയൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ട്രയൽസ്. അത് ഫീൽഡ് ട്രയൽസിൽ നിന്ന് നമ്മൾ നേരിട്ട് ചെന്ന് ഫീൽഡ് ചെറിയ ഏരിയാസിൽ അല്ലെങ്കിൽ ഫീൽഡ് ആയിട്ടുള്ള എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഹെൽത്തി ഇൻഡിവിജ്വൽസ് ഉള്ള ഏരിയാസിൽ ചെന്നിട്ടുള്ള സ്റ്റഡീസ്. കമ്മ്യൂണിറ്റി ട്രയൽസ് എന്ന് വെച്ചാൽ കുറെ കമ്മ്യൂണിറ്റി സർവ് ആസ് എ ട്രയൽസ് ബേസിക് യൂണിറ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നത് വിത്ത് അതേഴ്സ് കണ്ടക്റ്റഡ് കണ്ടീഷൻ ഇൻക്ലൂഡ് കൊറോണറി ആർട്ടറി ഡിസീസസ്, CAD കൊറോണറി ആർട്ടറി ഡിസീസസ് ഒക്കെ വരുമ്പോൾ that are influenced by socio-economic status. ഇതിൽ ഒരു എക്സാമ്പിൾ പറയാം. An example would be a community trial conducted in Chandigarh and Cuttack prevent and reduce pediatric oral illnesses. ചണ്ഡീഗറില് കട്ടക്കിലൊക്കെ ഒരു കുട്ടികൾക്കെതിരെ ഉള്ള രോഗങ്ങളെ കുറിച്ച് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി, കുറച്ച് കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് താമസിക്കുന്ന ഏരിയയിൽ ചെന്ന് അങ്ങനെ ഒരു സ്റ്റഡീസ് നടത്താം, എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് നടത്താൻ പറ്റും, മനസ്സിലായോ? അടുത്ത് ഇതില് ഞാൻ പറഞ്ഞു റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ആൻഡ് നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസിൽ. അല്ല, റാൻഡമൈസ്ഡ് സ്റ്റഡീസിലാണ് നമ്മൾ പറഞ്ഞത് റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ട് കൊണ്ടുവരാം, ഫീൽഡിൽ ടെസ്റ്റ് കൊണ്ടുവരാം, ട്രയൽസ് കൊണ്ടുവരാം, കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ട്രയൽസ് കൊണ്ടുവരാം. അത് നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ആണ്. അതിലെ യൂസ് ഓഫ് RCT കൺസ്ട്രെയിൻഡ് എത്തിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ്.
പല RCT ആണ് ഇതിനു വേണ്ടി എത്തിക്കൽ രീതിയിൽ, ഫിനാൻഷ്യൽ രീതിയിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഒക്കെ മനസ്സിലാക്കി ഇതിന്റെ ഒരു സാമ്പിൾ സൈസ് ഇറക്കി, ഒരു ബിഗർ സാമ്പിൾ സൈസ് ഇറക്കി, അതില് ഇന്റർവെൻഷൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലൊക്കെ കൊടുത്ത് അതിന് വേണ്ടി നോൺ റാൻഡമൈസ്ഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 5 ടൈപ്സ് ആണ് നോൺ റാൻഡമൈസ്ഡ് ട്രയൽസ് പറയുന്നത്. അൺകൺട്രോൾഡ് ട്രയൽസ്, അൺകൺട്രോൾഡ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ്, നാച്ചുറൽ സ്റ്റഡീസ്, പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ റിസർച്ച് ആൻഡ് ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ് ആർ ദ ഫസ്റ്റ് 5 ടൈപ്സ് ഓഫ് സ്റ്റഡീസ്. അൺകൺട്രോൾഡ് ട്രയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് ദിസ് ആർ ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പാക്ട് ഓഫ് ഇന്റർവെൻഷൻ. പെട്ടെന്ന് നമുക്ക് ഹെൽപ്ഫുൾ ആണ് ഇന്റർവെൻഷൻസ് എടുക്കാൻ, ഇമ്പാക്ടിന് ഒരു എന്താ പറയാ തെറാപ്റ്റിക് ഏജന്റ് ഡോസേജസ്, നെഗറ്റീവ് റിയാക്ഷൻസ്. അപ്പൊ നമ്മൾക്കിടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സ്റ്റഡീസ് എംപ്ലോയിങ് റിസർച്ച് ഓൺ ദ അതായത് നമ്മള് അൺകൺട്രോൾഡ് ട്രയൽസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതാവാനും എന്നാൽ നമുക്ക് തന്നെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് കൊണ്ടുവരാനും നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ് കൊണ്ട് സാധിക്കും. നാച്ചുറൽ ട്രയൽസ്, relationship between exposure and outcome can be tested by using observation. 1981 അത് കൊണ്ടുവന്നത്. എക്സ്റ്റേണൽ കോസസ് ഹയർ ദാൻ ദ കോസ് ഓഫ് അതെൻസ് ഗ്രീസിലാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് എക്സാമ്പിൾ പറയുന്നത് ഇഞ്ചുറി എപ്പിഡമോളജി ഫോളോവിംഗ് ദ കച്ച് ഡിസ്ട്രിക്ട് എർത്തിക്കേക്ക് ഗുജറാത്ത്. നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, എർത്തിക്കേക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഗുജറാത്തിൽ ഉണ്ടാകും, അങ്ങനെ കയറി പിടിക്കുന്ന രോഗങ്ങൾ. അത് ക്ലസ്റ്റർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് സ്റ്റഡി ചെയ്യുമ്പോൾ നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ചെയ്യാൻ പറ്റും, നാച്ചുറൽ ട്രയൽസ്. അതുപോലെ ഇന്റർവെൻഷണൽ സ്റ്റഡീസ് വിത്തൗട്ട് കൺട്രോൾ. Interventional studies is the ISWC on one human group is given an intervention. ഇവരാണ് ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ് നമുക്ക് പറയാം സ്റ്റഡി ഒരു ഇന്റർവെൻഷൻ കൊടുക്കണം. ആറ്റ് ഗ്രൂപ്പ് ഓഫ് ദെൻ കമ്പയർഡ് നോൺ ഇന്റർവെൻഷൻ ക്ലിയർ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഉണ്ടാകുന്ന കൺട്രോൾ ആണ് റിസർച്ച് ചെയ്യുന്നത് ഇവര്. അത് ഒരു നോൺ ഇന്റർവെൻഷണൽ ഹിസ്റ്റോറിക്കൽ ഗ്രൂപ്പ് ആണ് ഇതിന്റെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി ഇമ്പാക്ട്, ഒരു ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ്നെസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനൊരു ഇന്റർവെൻഷൻ, ഒരു സ്റ്റഡി, അതായത് അവിടെ എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യാം, വിത്തൗട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോ സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത് ഇന്റർവെൻഷണൽ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊരു evaluation of the impact of cyclosporine limitations on the frequency of extended spectrum gram negative infections and negative infections ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു സ്റ്റഡി സെന്റർ ആണ് ISWC. അതൊരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. അടുത്ത പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ്. പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ the studies a clinical variable of interest picked and measured the same group or before after intervention. എന്തെങ്കിലും ബ്ലഡ് പ്രഷർ ഒക്കെ ഉള്ള സമയത്ത്, ബ്ലഡ് പ്രഷർ ഒക്കെ വരുമ്പോൾ ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, നമുക്ക് ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ് കൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഇൻക്രീസ്ഡ് അവയർനെസ് ഓഫ് ഓൺ ദ ഡിക്ലൈൻ ഇൻ ദ പ്രിവലൻസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഓൺ കേരള കുമരകം ഹാംലെറ്റ് ഓഫ് കോട്ടയം ഡിസ്ട്രിക്ട്. അവിടെ ഒരു ഹൈപ്പർ ടെൻഷന്റെ ഇതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി അവിടെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇന്റർവെൻഷൻസ് നടത്താനുണ്ട്. അതൊക്കെ റാൻഡമൈസ് ചെയ്യുന്നുള്ള നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസിൽ വരുന്നതാണ് കേട്ടോ. ഇനി ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ്. ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ് വെച്ചാൽ ദി ഗെയിം ഇൻഡിവിജ്വൽസ് അറ്റ് ഇന്റർവെൻഷൻസ് ഡിസൈൻ. ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ COIS എല്ലാ മേഖലകളിലും എങ്ങനെയെല്ലാം ഈ സ്റ്റഡീസ് ഇന്റർവെൻഷൻ ചെയ്യാന്നുള്ള ഒരു ഇതാണ്. അത് റെഡ്യൂസിങ് ഇന്റർ ഇൻഡിവിജ്വൽ വേരിയേഷൻ. ഇപ്പൊ എന്താ പറയാ, ഇൻസ്റ്റൻസ് വാൾനട്ട് ക്യാൻ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് കാർഡിയോ. ഓക്കെ, ഇതിനു വേണ്ടി ഇപ്പോൾ ഡിസീസസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഇന്റർവെൻഷൻസ് എടുക്കാം, ഡിസൈൻ ചെയ്യാം.
അതിന് പറ്റിയ എന്ത് കാര്യം കൊണ്ടാണ് നമുക്ക് അവിടെ ആ രോഗം വന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി സെന്റേഴ്സ് ആണ് ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്നത്. അത് വാൾനട്ട് കൊണ്ട് എന്ത് പ്രൊട്ടക്ട് ചെയ്യാം, ഒരു വാൾനട്ട് ഇല്ല, അതുകൊണ്ട് നമുക്ക് കാർഡിയോ മെറ്റബോളിക് ഡിസീസസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇന്റർവെൻഷൻസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഒരു ഇന്ന രോഗങ്ങൾക്ക് തടയാൻ ഇത് കുളിച്ചാൽ മാറും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇന്റർവെൻഷൻസ് കൊടുക്കാം. അങ്ങനെ ഒരു മെത്തേഡ് എന്താ പറയാ, ദിസ് മെത്തേഡ് യൂസസ് ഫീവർ ഇൻഡിവിജ്വൽസ് when diseases reducing inter-individual variation. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളിൽ അതിനൊരു ഇന്റർവെൻഷൻസ് കൊടുക്കാൻ, ഈ രോഗത്തെ കുറിച്ച് സഫർ ചെയ്യുന്ന ആ രോഗത്തെ സഫർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റും. ഇതിൽ എക്സാമ്പിൾ പറയുന്ന ഒരു ഇൻസ്റ്റൻസ് പറയുന്നത് വാൾനട്ട് ക്യാൻ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് കാർഡിയോ മെറ്റബോളിക് ഡിസീസ് ഇൻ ഒബീസ് പീപ്പിൾ. ഇനി അടുത്തത് പറയുന്നത്, ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു പോയത്. എപ്പിഡമോളജിക്കൽ സ്റ്റഡി ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഒബ്സർവേഷണൽ സ്റ്റഡീസ് ഉണ്ട്. ഒബ്സർവേഷണൽ സ്റ്റഡീസിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ഉണ്ട്, അത് രണ്ടെണ്ണം ഉണ്ട്. കേസ് റിപ്പോർട്ട്, കേസ് സീരീസ്. രണ്ടാമത്തത് അനലിറ്റിക്കൽ സ്റ്റഡീസ് ആണ്, അതിൽ എക്കോളജിക്കല്, ക്രോസ് സെക്ഷണല്, കേസ് കൺട്രോൾ സ്റ്റഡീസ്, കൊഹോർട്ട് സ്റ്റഡീസ്. രണ്ടാമത്തെ സെക്ഷൻ ആണ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ്. അതിൽ റാൻഡമൈസ്ഡ് ഉണ്ട്, റാൻഡമൈസ്ഡ് ഫിനാൻഷ്യൽ ട്രയൽ ഉണ്ട്. അതിൽ റാൻഡമൈസ്ഡ് സ്റ്റഡീസിൽ റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ്, ഫീൽഡ് ട്രയൽസ്, കമ്മ്യൂണിറ്റി ട്രയൽസ്. അടുത്ത സെക്ടർ B1 നോൺ റാൻഡമൈസ്ഡ് സ്റ്റഡീസ് ആണ്, അൺകൺട്രോൾഡ് ട്രയൽസ്, നാച്ചുറൽ സ്റ്റഡീസ്, ഇന്റർവെൻഷണൽ സ്റ്റഡീസ് വിത്തൗട്ട് കൺട്രോൾ, പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷണൽ സ്റ്റഡീസ്, ക്രോസ് ഓവർ ഇന്റർവെൻഷണൽ സ്റ്റഡീസ്. ഇതാണ് എപ്പിഡമോളജിക്കൽ സ്റ്റഡി ടൈപ്സിൽ പറയുന്നത് കേട്ടോ. അടുത്ത റിസ്ക് എസ്റ്റിമേഷൻ ആണ്. Risk estimation to increase information. Health hazard is associated with the chemical. അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, റിസ്കുകൾ ഒരുപാടുണ്ട്. ഒത്തിരി റിസ്ക് നിറഞ്ഞ കാര്യങ്ങളാണ് ഇത്, അല്ലെ? അതായത് നമുക്ക് രോഗത്തെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എക്സ്പോഷർ കൺട്രോൾ, അതിന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ, ഡോസ് റെസ്പോൺസ് ഇവാലുവേഷൻ, എക്സ്പോഷർ ഇവാലുവേഷൻ, റിസ്ക് ക്യാരക്ടറൈസേഷൻ. അവിടെ അതായത് നമ്മൾ എന്തെന്ന് ആലോചിക്കേ, നമ്മളൊരു രോഗം വന്നാൽ അതിന് വേണ്ടി നമ്മൾ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതൊരു റിസ്കി ഫാക്ടർ ആണ്. അത് എത്രത്തോളം ഇതാവും. അപ്പൊ അവര് ആ ക്ലിനിക്കലി എന്താ പറയാ, കുറെ ഡോക്ടേഴ്സും കുറെ ലാബ് ടെക്നീഷ്യൻസ്മാരും കെമിസ്റ്റുകളൊക്കെ കൂടിയായിരിക്കും ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് അവര് അസസ്മെന്റ് ചെയ്ത്, പ്രോസസ് ചെയ്ത്, അത് ഏജന്റ് ചെയ്ത്, അത് മറ്റുള്ളവരിലേക്ക് അത് കിട്ടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ രോഗത്തിന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അതൊക്കെ ഒരു റിസ്ക്, അതിനെ കുറിച്ചുള്ള റിസ്ക് എസ്റ്റിമേഷൻസ് ഉണ്ടാവും. റിസൾട്ട് അങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ടെന്ന് അസസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഇതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോസൽ ഇൻഫറൻസസ്. കോസൽ ഇൻഫറൻസസ് ഇൻ സംടൈംസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രോസസ് ഓഫ് മെഷറിംഗ് അതിനു വേണ്ടി എന്തെല്ലാം ഇൻഫറൻസസ് ആണ് എടുക്കേണ്ടത്. അതിൽ പറയുന്നത്, ഒന്ന് സ്ട്രെങ്ത്, 2 കൺസിസ്റ്റൻസി, 3 സ്പെസിഫിസിറ്റി, 4 ടെമ്പറാലിറ്റി, ബയോളജിക്കൽ ഗ്രേഡിയന്റ്, പ്ലോസിബിലിറ്റി, കൊഹറൻസ്, എക്സ്പെരിമെന്റ്, അനലോജി. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ആ രോഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോഷർ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഉണ്ടോ, ഡിസീസ് ലൈക്ലിഹുഡ് ദാറ്റ് ഈസ് പോസിറ്റീവ്. അവിടെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ലൈക്ലിഹുഡില് നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതാണോ, അവിടെ ആ രോഗം ഇനിയും വരാവോ, അത് കൂടി വരുമോ, അതിന് കുറഞ്ഞു വരാൻ അവരുടെ സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കണം. എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കി കുട്ടി കൊടുക്കണം. അല്ല കൺസിസ്റ്റൻസി ആൻഡ് ലിങ്ക് ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഡിസീസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് പോസിറ്റീവ്. കൺസിസ്റ്റന്റ് ഡിഫറെന്റ് ഒരുപാട് പോപ്പുലേഷൻ ജനസംഖ്യയുള്ള ഏരിയയിൽ ഒരുപാട് മെത്തഡോളജി, പല മെത്തഡോളജി കൊണ്ടുവന്ന് അതില് എക്സ്പോഷർ ചെയ്യാനുള്ള കഴിവ്, ആ ഡിസീസിന് എക്സ്പോഷർ ചെയ്യാനുള്ള കഴിവ് കൊടുക്കാം. അതിന് സ്പെസിഫിസിറ്റി, ഇറ്റ് ഈസ് തോട്ട് ദാറ്റ് ദർ ഇസ് എ കോഷൽ റിലേഷൻഷിപ്പ് ഇൻ എക്സ്പോഷർ റിസൾട്ട് ഓൺ പല ഡിസീസസ് വരാം സ്പെസിഫിക്കലി. അപ്പൊ അത് എന്ത് ചെയ്യാം, അതിന് മറ്റുള്ള കോഷൽ റിലേഷൻഷിപ്പ് മുഖേന അത് റിസർച്ച് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ എപ്പോഴും എക്സ്പോഷർ ആയിരിക്കുക. അത് റിസൾട്ട് അത് കിട്ടുന്നതിന് വേണ്ടി ആ ഡിസീസിന് പല ഡിസീസസ് വന്നതിന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ, മെത്തേഡ്സ് നമുക്ക് കോഷൽ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ പറ്റും. Temporality means when exposure occurs before the disease manifests.
രോഗത്തെ കുറിച്ചിട്ടുള്ള ഒരു മാനിഫെസ്റ്റ് ഉണ്ടാവുമല്ലോ, ഒരു അസോസിയേഷൻ മുഖേന അതിന് മുമ്പ് നമ്മൾ എന്താ പറയാ ടെമ്പറലി നിൽക്കാതെ ഒരു എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും അത് ഒക്കർ ചെയ്യാൻ അതിന് മുമ്പ് ഡിസീസ് വന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഒരു മാനിഫെസ്റ്റ് എടുക്കുക, നേരത്തെ മുൻകൂട്ടി എടുക്കാം. ബയോളജിക്കൽ ഗ്രേഡിയന്റ്, when dose response relationship between exposure and disease is seen. അതായത് സിവിയർ ഡിസീസ് വരുമ്പോ അതിന് എന്തെല്ലാം ഡോസ്, അതായത് മരുന്നുകളുടെ ഡോസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എക്സ്പോഷർ ചെയ്യണത്, ഈ ഡിസീസിനെ എന്തൊക്കെ അസോസിയേഷൻ ചെയ്യാൻ പറ്റും, ആ കോസ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ റിഗാർഡ് ചെയ്യാനാണ് ബയോളജിക്കൽ ഗ്രേഡിയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൊഹറൻസ് പറഞ്ഞു. കൊഹറൻസ് മീൻസ് നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബയോളജിക്കൽ ഓഫ് ദി ഡിസീസസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് വിത്ത് എക്സ്പോഷർ ഡിസീസ് കണക്ഷൻ. അതായത് കൊഹറൻസ് മീൻസ് നമ്മുടെ സമൂഹത്തിലുള്ള ഹിസ്റ്ററി അനുസരിച്ച് അവിടുത്തെ രീതികൾ, എൻവയോൺമെന്റലി കാര്യങ്ങൾ, ഈ രോഗങ്ങളെ കുറിച്ചുള്ള ഇതനുസരിച്ചിട്ടുള്ള എക്സ്പോഷർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് കോഷൽ ലിങ്ക് ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഡിസീസ്. റിസ്ക്, ഡിസീസിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട്, അവിടുത്തെ രോഗത്തെ കുറിച്ചുള്ള അത് റെഡ്യൂസ് ചെയ്യാൻ എന്തെല്ലാം എക്സ്പോഷർ ചെയ്യാം, എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് എന്തെല്ലാം മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് അത് തടയാമെന്നുള്ള കുറിച്ച്. പിന്നെ അനോളജി. Analogy means lower correlation between exposure and disease. Analogy should be health researchers ആണ് അതിനെ കുറിച്ച് നമ്മൾ അനോളജി ചെയ്യേണ്ടത്. Can use the Hill criteria and help them establish link between exposure and diseases. എന്ത് ക്രൈറ്റീരിയസ് ആണ് ഹെൽത്ത് റിസർച്ചേഴ്സ് കൊണ്ടുവരേണ്ടത്, ഇതിന് പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണോ കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഡേറ്റ ഉണ്ടാക്കുക. അതിനു വേണ്ടി എന്താ പറയാ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുള്ള രോഗത്തെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള ടെക്നോളജീസും ഇതൊക്കെ കൊണ്ടുവരാനുള്ള ഇത് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു ഇത് വേണം. അപ്പൊ ഇത് റിസ്ക് എസ്റ്റിമേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ കോഷൽ ഇൻഫ്ലുവൻസസ് എന്തെല്ലാം രീതിയിലാണ് നമുക്ക് അത് കോഷൽ ഇൻഫ്ലുവൻസസ് മെഷർ ചെയ്യാൻ പറ്റുക, അത് എന്തെല്ലാം രീതിയിൽ എഫക്ട് ചെയ്യും എന്നതിനെ കുറിച്ചാണ് നമ്മളിത് പറഞ്ഞത്. അപ്പൊ സ്ട്രെങ്ത് ഉണ്ടാവണം, കൺസിസ്റ്റൻസി, സ്പെസിഫിസിറ്റി ആൻഡ് ടെമ്പറാലിറ്റി ആൻഡ് ബയോളജിക്കൽ ഗ്രേഡിയന്റ്, പ്ലോസിബിലിറ്റി, കൊഹറൻസ്, എക്സ്പെരിമെന്റ്, അനാളജി. അപ്പൊ ഇതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതിന്റെ തന്നെ ഇതിന്റെ ചെക്കിയർ പ്രോഗ്രസ് പറഞ്ഞ ഒരു ഭാഗത്ത് കിടക്കുന്നത് വാട്ട് ഈസ് എപ്പിഡമോളജി എന്ന് പറഞ്ഞിരുന്നു. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ് ഇസ് ഫോക്കസ് ഓഫ് സയന്റിഫിക് ഫീൽഡ്. ശാസ്ത്രപരമായിട്ടുള്ള മനുഷ്യന്റെ ആരോഗ്യവും ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചാണ് നമ്മൾ എപ്പിഡമോളജി എന്ന് പറഞ്ഞത്. അതില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി, ലത്തീഫ് ഓസ്മാനി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് മെയ്ഡ് വെരി കോൺട്രിബ്യൂഷൻ, വലിയ കോൺട്രിബ്യൂഷൻ നടത്തി, അതിന് ഡിസ്ട്രിബ്യൂഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ ദ ടൈപ്സ് ഓഫ് എപ്പിഡമോളജി സ്റ്റഡീസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അഡ്വാൻസ് ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഭാഗം അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രൈബ് സ്റ്റെപ്സ് ഇൻ റിസ്ക് എസ്റ്റിമേഷൻ. റിസ്ക് എസ്റ്റിമേഷൻസ് എങ്ങനെയുള്ള റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്യാമെന്നാണ്. അതായത് പർപ്പസ് ഓഫ് റിസ്ക് എസ്റ്റിമേറ്റിംഗ് ടു അക്വയർ പുതിയ നോളജ്, പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. എന്തെല്ലാം ഹെൽത്ത് ഡേഞ്ചേഴ്സ് വരുമ്പോൾ അത് ലെസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതിനു വേണ്ടിയുള്ള എന്തെല്ലാം കെമിക്കൽസ് ഉപയോഗിക്കാം, പുതിയ പുതിയ കെമിക്കൽസ് എങ്ങനെ കൊണ്ടുവരാൻ റെഗുലേറ്റ് ചെയ്യാം അതിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി എസ്റ്റിമേറ്റിംഗ് റിസ്ക് കൺസിസ്റ്റ് 4 പാർട്സ് ആണ്. ഐഡന്റിഫൈങ് ദ ഹസാർഡ്, ഡിറ്റർമൈൻ ദ ഡോസ് റെസ്പോൺസ്, ഡിറ്റർമൈൻ ദ എക്സ്പോഷർ ആൻഡ് ക്യാരക്ടറൈസിംഗ് ദ റിസ്ക്. ആദ്യം രോഗത്തെ കുറിച്ച് ഒരു ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഹസാർഡ് എന്ന് വെച്ചാൽ രോഗങ്ങളുടെ ഒരു കൂട്ടത്തിന്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിൻ ദ ഡോസ് റെസ്പോൺസ്, എത്രത്തോളം ഡോസ് വേണം, റെസ്പോൺസ് ഡോസിനോടുള്ള റെസ്പോൺസ്. ഇപ്പൊ മരുന്ന് കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് അത് പറ്റില്ല, അപ്പൊ അതിനെ കുറിച്ചുള്ള ഇത് നോക്കണം. പിന്നെ ഡിറ്റർമിൻ ദ എക്സ്പോഷർ, ക്യാരക്ടറൈസിംഗ് ദ റിസ്ക്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഇൻ റിസ്ക് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിക്വസ്റ്റ് ക്യാരക്ടറൈസേഷൻ, മെഷർമെന്റ് ആൻഡ് ഇതൊന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പോകണ്ട. അപ്പൊ ഇത്രയും മനസ്സിലാക്കി പോട്ടോ. ഇനി അതർ ഇമ്പോർട്ടൻറ്റ് അതിൽ ക്വസ്റ്റ്യൻസിൽ പറയുന്നത് വാട്ട് ആർ ദ 5 pillars upon which epidemiology is built. 5 pillars പറയുന്നുണ്ട് എപ്പിഡമോളജീസ് ബിൽഡ് ചെയ്യുന്നതിന്. In middle of the 1980s, 5 most important duties of epidemiology in the practice of public health. പബ്ലിക് ഹെൽത്തിനെ മോണിറ്റർ ചെയ്യണം, പിന്നെ എന്താണ് ഫീൽഡിൽ എൻക്വയറി ചെയ്യണം, അനലിറ്റിക്കൽ സ്റ്റഡീസ് നടത്തണം, ഇവാലുവേഷൻ ആൻഡ് ലിങ്കേജസ്. റെസ്പോൺസിബിലിറ്റി ഫോർ എപ്പിഡമോളജിസ്റ്റ്,
എന്താണ് എപ്പിഡമോളജിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ രോഗത്തെ കുറിച്ച് അന്വേഷിച്ചു പോകുന്ന വിദഗ്ധരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം? അനലൈസ് ദ ഡേറ്റ ആൻഡ് ഫൈൻഡ് കൺക്ലൂഷൻ. ഡേറ്റ അനലൈസ് ചെയ്യണം, അതിനൊരു കൺക്ലൂഷൻ കണ്ടെത്തണം. ക്രിയേറ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഹെൽത്ത് ക്രൈസിസ്. ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം, അതിൽ ആക്ഷൻ എടുക്കണം, അതിൽ പൊട്ടൻഷ്യൽ ഹെൽത്ത് ഇഷ്യൂ ക്രൈസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. ക്രൈസിസ് എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ക്രൈസിസ് ഉള്ളത് നോക്കണം. പിന്നെ ക്രിയേറ്റ് റിപ്പോർട്ട്സ് ഡീറ്റെയിലിംഗ് പൊട്ടൻഷ്യൽ ത്രെറ്റ്സ്. റിപ്പോർട്ട്, അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഈ പ്രസന്റേഷൻസ് ആൻഡ് പോളിസി മേക്കേഴ്സ്, പുതിയ പ്രസന്റേഷൻസും അതിന് വേണ്ടിയുള്ള പോളിസി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. കമ്മ്യൂണിക്കേറ്റ് വിത്ത് പോളിസി മേക്കേഴ്സ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. പോളിസിനെ കുറിച്ച് പബ്ലിക് ഹെൽത്തിന് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കണം. മാനേജ് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് അറ്റ് വൺസ്. ഒരുപാട് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് മാനേജ് ചെയ്ത് കൊണ്ടുവരണം. ഇത് റെസ്പോൺസിബിലിറ്റി ഒക്കെ എപ്പിഡമോളജിസ്റ്റിന്റെ ആണ് കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ ഓഫ് എപ്പിഡമോളജി. ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വേ എക്സ്പ്ലെയിൻ ഹിസ്റ്റോറിക്കൽ ഇവാലുവേഷൻ പറയുന്നത് the origins of epidemiology dates back to roughly 400 BC. നമ്മൾ പറഞ്ഞു അത് are nearly 2500 years old. 2500 വർഷങ്ങൾക്ക് മുമ്പാണ് അത് പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഹിപ്പോക്രാറ്റസ് മേഡിൻ എഫോർട്ട്, ഹിപ്പോക്രാറ്റസ് വന്നതും ആ സമയത്തുണ്ടായ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു അറിവും അതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ 1662 പറയുന്ന കാര്യങ്ങൾ ഹിപ്പോക്രാറ്റസ് പ്രൊപ്പോസ്ഡ് ഇൻ ഹിസ് എസ്സേ titled on earth, waters and places, the environmental and host factors. അതായത് ഓൺ എയേഴ്സ്, വാട്ടേഴ്സ് ആൻഡ് പ്ലേസസിനെ കുറിച്ചൊരു ഹിസ്റ്റോറിക്കൽ പ്രൊപ്പോസൽ നടത്തിയിട്ടുണ്ട് ഹിപ്പോക്രാറ്റസ്. ഒരു ടൈറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താണ്? ജനസിസ് ഡിസീസസിനെ കുറിച്ചാണ്. അത് 1662 അതേപോലെ കുറെ ആളുകളുണ്ട്. മറ്റേ നമ്മളുടെ കൗൺസിൽമാൻ ജോൺ ഗ്രൗണ്ട് വാസ് ലണ്ടൻ 1662 അനലൈസസ് മോർട്ടാലിറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്തു. contributed to the field of epidemiology. ഒരു കോൺട്രിബ്യൂട്ടർ ആണ് ഫീൽഡിൽ മനസ്സിലാക്കാനുള്ള ഇത് കൊണ്ടുവന്ന ഒരാളാണ് കേട്ടോ. അതിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് പബ്ലിക്കേഷൻ ക്വാണ്ടിഫൈ പാറ്റേൺസ് ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് ഡിസീസ് ഓക്കറൻസിനെ കുറിച്ചാണ് ഈ ജോൺ ഗ്രൗണ്ട് പറഞ്ഞത്. അത് 1800 അത് 1800 എന്ന് വെച്ചാൽ 19th സെഞ്ചുറിയിൽ കേട്ടോ. വില്യം ഫാർ കണ്ടിന്യൂഡ് 1962 പിന്നെ 19th സെഞ്ചുറിയിൽ വില്യം ഫാർ കണ്ടിന്യൂഡ് ദ ജോബ് ബിഗൻ ടു പ്ലാൻ മെത്തഡോളജിക്കൽ കളക്ടിങ് ഇവാലുവേറ്റിംഗ്. അതായത് മെനി ഫണ്ടമെന്റൽ പ്രൊസീജിയേഴ്സ് ഫീൽഡ് മോർട്ടാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബ്രിട്ടൻ, ഫീൽഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാറ്റഗറൈസേഷൻ. അതായത് ഒരു ഫീൽഡിലെ ഏരിയയിലുള്ള ആളുകളുടെ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള മെത്തഡോളജിക്കൽ അവരുടെ മോർട്ടാലിറ്റി കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി ആണ് 1800 വന്നത്. അതിന് വേണ്ടി ഹെൽത്ത് അതോറിറ്റീസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈൻഡിംഗ് റെസ്പോൺസിബിൾ ഹെൽത്ത് അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് ജനറൽ പബ്ലിക്കിന് വേണ്ടി. അടുത്ത 1864 ജോൺ സ്നോ ആൻഡ് anesthesiologist worked in London, middle of 19th century. Father of field epidemiology എന്ന് പറയുന്നതാണ് ജോൺ സ്നോ. ബിക്കോസ് it goes to series of investigations spread. എങ്ങനെ ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതിനെ കുറിച്ചുള്ള മൈക്രോസ്കോപ്പിക് മെത്തേഡ് കൊണ്ടുവന്നു അല്ലെ. 20 years before invented the microscope ആണ് ജോൺ സ്നോ കൊണ്ടുവന്നത്. സ്നോ undertook investigation cholera epidemics and cholera epidemics നെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ടുവന്നത് പുള്ളിയാണ് കേട്ടോ. അപ്പൊ അതാണ് 1854 കൊണ്ടുവന്നത്. അത് എന്താ പറയാ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി റിക്കൗണ്ടഡ് ഗ്രേറ്റർ ഡീറ്റെയിൽ ബിലോ 19th 20th സെഞ്ചുറിയിൽ ഗ്രേറ്റർ ഡീറ്റെയിൽസ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ചലഞ്ചിങ് നമ്മുടെ ഇന്ത്യയിൽ ചലഞ്ച് 2 രോഗങ്ങളുണ്ട് അല്ലെ. എബോള വൈറസ് ആൻഡ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV acute immunodeficiency syndrome, AIDS were discovered such as acute respiratory syndrome. ഇതെല്ലാം നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. Epidemiologists have been forced to take consideration not only natural transmission
അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ എപ്പിഡമോളജി ഈ രോഗങ്ങൾ വന്ന സമയത്തും നമ്മൾ ഈ ചലഞ്ച് ആക്കി ഏറ്റെടുത്തിട്ട് ഇതിനു വേണ്ടി ഒരുപാട് പുതിയ പുതിയ സ്റ്റെപ്പുകളൊക്കെ കൊണ്ട് നല്ല രീതിയിൽ എന്താ പറയാ ഈ രോഗത്തെ തുടച്ചു മാറ്റാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. 1980-90-ലൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ഈ കൊറോണ വൈറസിലോ എയ്ഡ്സിനെ കുറിച്ചുള്ള പ്രിവെൻഷനെ കുറിച്ചുള്ള സ്റ്റഡീസും അതിനു വേണ്ടിയുള്ള പ്രോഗ്രാംസും ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്തത് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഫ്ലോയിങ് ക്രൈറ്റീരിയ ഓഫ് ഡിസൈനിങ് ഒബ്സർവ് എപ്പിഡമോളജിക്കൽ അസോസിയേഷൻ ഫോർ നോട്ട്. അത് മറ്റേ അത്ര ഡീപ്പായിട്ട് നല്ല എന്തെല്ലാം ക്രൈറ്റീരിയാസ് ആണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇൻഫറൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മെഷർമെന്റ് ഓഫ് റോത്ത്മാൻ 2005 അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് എപ്പിഡമോളജി റിലേഷൻഷിപ്പ് എന്തെല്ലാം രീതിയിൽ ഫോളോ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒബ്സർവ് ചെയ്തിരിക്കുന്നത് 9 ക്രൈറ്റീരിയസിലാണ് 1965 ഓസ്റ്റിൻ ബ്രോഡ്ഫോർഡ് ടേക്കിംഗ് ഓഫ് ദ സെറ്റ് ഓഫ് 9 ക്രൈറ്റീരിയ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, സ്ട്രെങ്ത് ഓഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ്പോഷർ ആൻഡ് ഡിസീസ്, ഗുഡ് ഇൻഡിക്കേറ്റർ. പിന്നെ കൺസിസ്റ്റൻസി നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്പെസിഫിസിറ്റി, ടെമ്പറാലിറ്റി, ബയോളജിക്കൽ ഗ്രേഡിയന്റ്, ഇതൊക്കെ തന്നെയാണ് എക്സ്പെരിമെന്റ്. ഈ കാര്യഗാനോളജി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ക്രൈറ്റീരിയസ് മുഖേനയാണ് നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ആണ്. അപ്പൊ ഇതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വിച്ച് ഈസ് വൺ ഓഫ് ദ ടൂൾസ് ഫോർ ഇംപ്രൂവിംഗ് പബ്ലിക് ഹെൽത്ത്. ഏത് ടൂൾസ് ആണ് പബ്ലിക് ഹെൽത്തിൽ വന്നിരിക്കുന്ന one of the tools improving public health? Epidemiology. Term epidemiology is derived from the Greek word, namely അതൊക്കെ നമുക്ക്